അവിശുദ്ധ കൂട്ടുകെട്ട് BJP CPM ഡീലാണ് എന്നുള്ളത് ഞങ്ങൾ വ്യക്തമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അത് വെറുതെ ഉന്നയിച്ചതല്ല. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, CPMന്റെയും BJPയുടെയും സ്ഥാനാർത്ഥി പട്ടിക നോക്കിയാൽ അതിൽ കൃത്യമായി മനസ്സിലാകും പരസ്പരമായ അന്തർധാര, സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള അന്തർധാരയുണ്ട്. മുഖ്യമന്ത്രി കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കോംപ്രമൈസ്ഡ് ചീഫ് മിനിസ്റ്ററാണ്. മോഡിയുടെ മുന്നിൽ ഒന്നും പറയാൻ പറ്റില്ല. EDയെ പേടിച്ചിട്ട് ജീവിക്കുന്ന മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. അതുകൊണ്ട് തന്നെ അദ്ദേഹം കൃത്യമായിട്ടും ഒരു കാര്യത്തിലും കേന്ദ്രവുമായിട്ട് ഏറ്റുമുട്ടാൻ തയ്യാറാവാറില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേരളം കൈവിട്ടു പോകുമെന്ന് കണ്ടപ്പോൾ ഏറ്റവും വലിയ അധാർമികമായ രാഷ്ട്രീയ ധാരണക്കാണ് CPM നേതൃത്വം കൊടുത്തിരിക്കുന്നത്. അതിന്റെ തെളിവുകളാണ് പല സീറ്റുകളിലും CPM BJPക്ക് ജയിക്കാൻ പറ്റുമോ എന്നുള്ള അവസരം ഉണ്ടാക്കുന്നതിനോട് ശ്രമിച്ചിട്ടുള്ളത്. പല സീറ്റുകളിലും BJPക്ക് ഏറ്റവും ശക്തിയുള്ള സീറ്റുകളിൽ പോലും അവർ നേരിട്ട് സ്ഥാനാർത്ഥികളെ നിർത്താതെ CPMന് അനുകൂലമായിട്ടുള്ള നടപടി ഉണ്ടാക്കിയത്. ഇത് പാർട്ടി അണികൾ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. CPMും BJPയും രണ്ടുപേരും അവരുടെ അണികളെ വഞ്ചിച്ചുകൊണ്ടാണ് സ്വന്തം സ്വാർത്ഥ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഡീല് നടത്തുന്നത്. ഇന്നത്തെ എനിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ മുന്നിൽ പറയാനുള്ളത്, ഇന്നിപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സാധാരണഗതിയിൽ ബാർ ലൈസൻസ് 5 കൊല്ലം കഴിഞ്ഞാൽ പുതുക്കി കൊടുക്കാറുണ്ട്. ഇന്നിപ്പം മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് വളരെ രഹസ്യമായിട്ട് ക്ലാസിഫിക്കേഷൻ പൂർത്തീകരിക്കാത്ത കേന്ദ്ര ടൂറിസം വകുപ്പിന്റെ മുമ്പിൽ ക്ലാസിഫിക്കേഷൻ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ബാറുകൾക്കെല്ലാം ലൈസൻസ് നീട്ടിക്കൊടുക്കാൻ കേരള ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് കാലത്തുള്ള ഏറ്റവും വലിയ അഴിമതിയാണ് ഇത് എന്നുള്ള കാര്യം സംശയമില്ല. കോടിക്കണക്കിന് രൂപ ബാർ ഉടമകളിൽ നിന്നും കൈക്കൂലി വാങ്ങിച്ചിട്ടാണ് ഈ ഒരു ഉത്തരവ് കേരള ഗവൺമെന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്നുള്ള സംശയമില്ല. കാരണം ടൂറിസം വകുപ്പിന്റെ ക്ലാസിഫിക്കേഷൻ ഒരു സ്വാഭാവികമായ നടപടിക്രമമാണ്. ആ ക്ലാസിഫിക്കേഷന് വലിയ താമസമൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല പുതുക്കേണ്ട കാര്യത്തിൽ. അപ്പോൾ ആ ക്ലാസിഫിക്കേഷന് കാത്തു നിൽക്കാതെ, ആരും അറിയാതെ, സർക്കാർ വെബ്സൈറ്റിൽ പോലും പ്രസിദ്ധീകരിക്കാതെ രഹസ്യമായിട്ട് ഈ ബാറുകൾക്കെല്ലാം ലൈസൻസ് പുതുക്കി കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് നേരത്തെ അറിയാം, നേരത്തെ സംഭവിച്ചറിയാം. ബാറുകളുടെ സമയപരിധി കൂട്ടിക്കൊടുത്തത് നമുക്കെല്ലാവർക്കും അറിയാം. അത് അഴിമതിയായിരുന്നു. ഇത് കൊടിയ അഴിമതിയാണ്. കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലാൻ വേണ്ടി ബാർ ഉടമകൾ അവരാവശ്യപ്പെടുന്ന മുഴുവൻ ചെയ്തു കൊടുക്കുന്ന സർക്കാരായിട്ട് മാറിയിരിക്കുകയാണ്. അതോടൊപ്പം ഇത് ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പ് അഴിമതിയാണ് നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം സംശയം വേണ്ട. കോടിക്കണക്കിന് രൂപയാണ് ബാർ ഉടമകളിൽ നിന്നും CPM കൈപ്പറ്റിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ബാർ ഉടമകൾ പൈസക്ക് തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ടൂറിസം വകുപ്പ്, ഞാൻ മനസ്സിലാക്കിയിടത്തോളം കേന്ദ്ര ടൂറിസം വകുപ്പ് പല ബാറുകൾക്കും ക്ലാസിഫിക്കേഷൻ കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചിട്ടുള്ള അതുപോലെ ഇതിനകത്തുണ്ടെന്നാണ് പറയുന്നത്. ഇനി ഒരു വർഷത്തേക്ക് അവരുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ഒരു വർഷത്തേക്ക് ലൈസൻസ് കൊടുത്തു. ഇനി കേന്ദ്ര ടൂറിസം വകുപ്പ് ക്ലാസിഫിക്കേഷൻ ക്യാൻസൽ ചെയ്താൽ പോലും ആ ബാറുകൾ തുടരും. അപ്പൊ ഇത് കൃത്യമായ ഒത്തുകളിയാണ്, ബാർ ഉടമകളുമായിട്ടുള്ള ഒത്തുകളിയാണ്. നേരത്തെ സമയം നീട്ടിക്കൊടുത്തു, ഇപ്പൊ ഇതാ ലൈസൻസും അനധികമായി നീട്ടിക്കൊടുത്തു. ഇത് കൃത്യമായിട്ട് അത് കൂട്ടി വായിച്ചാൽ മതി. ആ ശബ്ദരേഖയുടെ ബാക്കി തന്നെയാണിത്. തിരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് വാങ്ങിച്ച കോടിക്കണക്കിന്, അത് ചെറിയ പൈസയൊന്നുമല്ല, കോടിക്കണക്കിന് രൂപ ഈ തെരഞ്ഞെടുപ്പ് നടത്താൻ കാണുന്നില്ലേ നമ്മളെല്ലായിടത്തും ബോർഡുകളും ഹോർഡിങ്സും. എന്തൊരു ദൂർത്താണ് ഒഴുക്കാൻ നടത്തുന്നത്. അപ്പൊ അതിന്റെ ഏറ്റവും വലിയ അഴിമതിയാണ് നടന്നിരിക്കുന്നത്. സംശയമില്ല. ഇതിന് എക്സൈസ് മന്ത്രി മറുപടി പറയണം, മുഖ്യമന്ത്രി മറുപടി പറയണം. ഏത് സാഹചര്യത്തിലാണ് നീട്ടിക്കൊടുത്തത്? ടൂറിസം വകുപ്പ് അവർ തരുമായിരുന്നല്ലോ നടപടിക്രമങ്ങളനുസരിച്ച്. ടൂറിസം വകുപ്പ് പറഞ്ഞാൽ അപ്പം നീട്ടിക്കൊടുക്കാം. അതാണ് നടപടിക്രമം. ടൂറിസം വകുപ്പിന്റെ പരിശോധന നടന്നുകൊണ്ടിരിക്കെ ഇത് നീട്ടിക്കൊടുത്തത്, ധൃതി പിടിച്ച് പരസ്യപ്പെടുത്താതെ നീട്ടിക്കൊടുത്തത് വളരെ വ്യക്തമാണ്. അഴിമതി നടത്താനാണ്, നടത്തിയിരിക്കുന്നു.